പ്രിയ ശ്രോതാക്കളെ, മലയാള സിനിമയിൽ റിയലിസ്റ്റിക് മേക്കിങ്ങിന് ഒരു പുതിയ മാനം നൽകിയ ചിത്രമാണ് 2016 പുറത്തിറങ്ങിയ മഹേഷിന്റെ പ്രതികാരം. ദിലീഷ് പോത്തൻ ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു സാധാരണക്കാരനായ ഫോട്ടോഗ്രാഫറുടെ ജീവിതത്തിലൂടെയാണ് കഥ പറയുന്നത്. 2. ഫഹദ് ഫാസിൽ കേന്ദ്ര കഥാപാത്രമായ മഹേഷ് ഭാവനയായി എത്തിയപ്പോൾ അനുശ്രീ, അപർണ ബാലമുരളി, സൗബിൻ ഷാഹിർ, അലൻസിയറിലെ ലോപ്പസ് എന്നിവരും തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ശ്യാം പുഷ്കരന്റെ അതിമനോഹരമായ തിരക്കഥയും ബിജിബാലിന്റെ സംഗീതവും ചിത്രത്തിന് ജീവൻ നൽകി. ഇടുക്കിയിലെ എഴുകുംവയൽ എന്ന മനോഹര ഗ്രാമമാണ് ചിത്രത്തിന്റെ പ്രധാന പശ്ചാത്തലം. കഥ അപമാനം മുതൽ പ്രതികാരം വരെ. 3. ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രം ഇടുക്കിയിലെ പ്രകാശ് സിറ്റിയിൽ ഭാവന സ്റ്റുഡിയോ നടത്തുന്ന മഹേഷ് ഭാവന, ഫഹദ് ഫാസിൽ ആണ്. അച്ഛൻ വിൻസെന്റ് ഭാവനയോടൊപ്പം KL ആന്റണി ലളിത ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരനാണ് മഹേഷ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എടുക്കുന്നതിൽ അത്ര പ്രാഗൽഭ്യമില്ലാത്ത, എന്നാൽ ഭാവനാപൂർണമായ ഫോട്ടോകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് മഹേഷ്. ബാല്യകാല സുഹൃത്തും കാമുകിയുമായ സൗമ്യ അനുശ്രീ ഒരു നേഴ്സാണ്. 4. ഒരു ദിവസം മഹേഷിന്റെ സുഹൃത്ത് ബേബിയുമായി അലൻസിയറിലെ ലോപ്പസ് ഒരു തർക്കമുണ്ടാകുന്നു. ഈ തർക്കം വലിയൊരു വഴക്കിലേക്ക് നീങ്ങുന്നു. മഹേഷ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ വഴക്കിൽ പങ്കെടുത്ത ജിംസൺ സുജിത് ശങ്കർ എന്ന യുവാവ് മഹേഷിനെ ആളുകളുടെ മുന്നിൽ വെച്ച് തല്ലിച്ചതേക്കുന്നു. 5. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിതനായ മഹേഷ് ജിംസനെ പ്രതികാരം ചെയ്യാതെ ഇനി ചെരുപ്പ് ധരിക്കില്ലെന്ന് ശപഥം ചെയ്യുന്നു. ഈ ശപഥമാണ് ചിത്രത്തിന്റെ പ്രധാന വഴിത്തിരിവ്. തുടർന്ന് സൗമ്യ മഹേഷിനെ ഉപേക്ഷിച്ച് ഒരു NRI നഴ്സിനെ വിവാഹം കഴിക്കുന്നു. ഇതോടെ മഹേഷ് കൂടുതൽ ദുർബലനാകുന്നു. 6. ജിംസനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടെ അയാൾ ദുബായിലേക്ക് പോയെന്ന് മഹേഷ് അറിയുന്നു. ജിംസൺ തിരികെ വരുന്നതുവരെ കാത്തിരിക്കാൻ മഹേഷ് തീരുമാനിക്കുന്നു. ഈ സമയം മഹേഷ് കുംഫു പഠിക്കാൻ തുടങ്ങുന്നു. കൂടാതെ തന്റെ ഫോട്ടോ എടുപ്പ് മെച്ചപ്പെടുത്താനും ശ്രമിക്കുന്നു. 7. ഇതിനിടെ ജിംസി, അപർണ ബാലമുരളി എന്ന കോളേജ് വിദ്യാർത്ഥിനി തന്റെ സ്റ്റുഡിയോയിലേക്ക് ഒരു ഫാഷൻ മാഗസിൻ കവറിനായി ഫോട്ടോ എടുക്കാൻ വരുന്നു. മഹേഷിന് സാധാരണ സ്റ്റിൽ ഫോട്ടോകൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ മഹേഷ് തന്റെ അച്ഛന്റെ പഴയ ഫോട്ടോ ശേഖരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജിംസിയെ അവളുടെ അറിവില്ലാതെ കുറച്ച് കാൻഡിഡ് ചിത്രങ്ങൾ എടുത്ത് മാഗസിനിലേക്ക് അയക്കുന്നു. 8. ഈ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും ജിംസിക്ക് വലിയ പ്രശംസ നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. ജിംസിക്ക് മഹേഷിനോട് ഇഷ്ടം തോന്നിത്തുടങ്ങുന്നു. എന്നാൽ ജിംസി ജിംസന്റെ സഹോദരിയാണെന്ന് മഹേഷ് മനസ്സിലാക്കുന്നു. ഇത് മഹേഷിന്റെ പ്രതികാര ദൗത്യത്തെയും പ്രണയത്തെയും ആശയക്കുഴപ്പത്തിലാക്കുന്നു. 9. ഒടുവിൽ ദുബായിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ജിംസണെ മഹേഷ് കണ്ടെത്തുന്നു. ഒരു പുഴയുടെ അടുത്ത് വെച്ച് മഹേഷ് ജിംസണുമായി ഏറ്റുമുട്ടുകയും അയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ മഹേഷ് തന്റെ പ്രതികാരം പൂർത്തിയാക്കുകയും ചെരുപ്പ് തിരികെ ധരിക്കുകയും ചെയ്യുന്നു. മഹേഷ് ജിംസന്റെ വീട്ടിൽ പോയി ജിംസണോടും കുടുംബത്തോടും ജിംസിയോടുള്ള തന്റെ പ്രണയം തുറന്നു പറയുന്നു. മഹേഷും ജിംസിയും ഒരുമിക്കുന്നതോടെ ചിത്രം ശുഭകരമായി അവസാനിക്കുന്നു. വിശകലനം: ലളിതമായ കഥയിലെ വലിയ ജീവിതം. 10. പോത്തേട്ടൻ ബ്രില്യൻസ്. ദിലീഷ് പോത്തന്റെ സംവിധാനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സാധാരണ കഥയെ അസാധാരണമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ്. മഹേഷിന്റെ പ്രതികാരം ഒരു സ്ലൈസ് ഓഫ് ലൈഫ് ചിത്രമാണ്. ഓരോ കഥാപാത്രത്തിനും ഓരോ രംഗത്തിനും അതിൻ്റെതായ സ്വാഭാവികതയുണ്ട്. ഇടുക്കിയിലെ ഗ്രാമീണ ജീവിതം യാഥാർത്ഥ്യബോധത്തോടെ ചിത്രം വരച്ചു കാട്ടുന്നു. 11. പ്രതികാരം ഒരു പരിവർത്തന യാത്ര. സിനിമയുടെ പേര് പ്രതികാരം എന്നാണെങ്കിലും ഇത് ഒരു സാധാരണ പ്രതികാര കഥയല്ല. മറിച്ച് അപമാനത്തിൽ നിന്ന് സ്വയം മെച്ചപ്പെടുത്തലിലേക്കും ആത്മവിശ്വാസത്തിലേക്കും വളരുന്ന ഒരു വ്യക്തിയുടെ യാത്രയാണിത്. മഹേഷിന്റെ ഫോട്ടോഗ്രാഫിയിലെ കഴിവുകൾ വികസിപ്പിക്കാനും കുംഫു പഠിക്കാനും പുതിയ പ്രണയം കണ്ടെത്താനും ഈ പ്രതികാരം അവനെ പ്രേരിപ്പിക്കുന്നു. 12. കഥാപാത്രങ്ങളുടെ ആഴം. ശ്യാം പുഷ്കരന്റെ തിരക്കഥ ഓരോ കഥാപാത്രത്തിനും ജീവൻ നൽകി. മഹേഷ് എന്ന സാധാരണക്കാരന്റെ നിസ്സഹായയും പിന്നീട് അവൻ ആർജിക്കുന്ന ആത്മവിശ്വാസവും ഫഹദ് ഫാസിൽ അതിഗംഭീരമായി അവതരിപ്പിച്ചു. ജിംസി എന്ന ബോൾഡായ എന്നാൽ തനിമയുള്ള കഥാപാത്രത്തെ അപർണയും, സൗമ്യയെ അനുശ്രീയും, മഹേഷിന്റെ അച്ഛൻ ബേബി ചേട്ടൻ, ക്രിസ്പിൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ സൗബിനും അലൻസിയറും KL ആന്റണിയും മികച്ചതാക്കി. 13. ലൊക്കേഷൻ ഒരു കഥാപാത്രം. ഇടുക്കിയിലെ മനോഹരമായ കാഴ്ചകളും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി മാറുന്നു. ഷൈജു ഖാലിദിന്റെ ഛായാഗ്രഹണം ഇടുക്കിയുടെ സൗന്ദര്യം ഒട്ടും ചോരാതെ ഒപ്പിയെടുത്തു. 14. സംഗീതവും സ്വാഭാവിക നർമ്മവും. ബിജിബാലിന്റെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടായി. മൗനങ്ങൾ എന്ന ഗാനം ഏറെ പ്രശസ്തമായി. ചിത്രത്തിലുടനീളം സ്വാഭാവികമായ നർമ്മ മുഹൂർത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഇത് പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. 15. സാംസ്കാരിക സ്വാധീനം. മഹേഷിന്റെ പ്രതികാരം മലയാള സിനിമയിലെ റിയലിസ്റ്റിക് സിനിമകളുടെ ഒരു പുതിയ തരംഗത്തിന് തുടക്കമിട്ടു. വലിയ ഗിമ്മിക്കുകളോ ആക്ഷൻ രംഗങ്ങളോ ഇല്ലാതെയും ഒരു സിനിമ വലിയ വിജയം നേടുമെന്ന് ഈ ചിത്രം തെളിയിച്ചു.
ഇത് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് തങ്ങളുമായി ബന്ധമുള്ള കഥാപാത്രങ്ങളെയും സാഹചര്യങ്ങളെയും വെള്ളിത്തിരയിൽ കാണാൻ അവസരം നൽകി. 16 ചുരുക്കത്തിൽ മഹേഷിന്റെ പ്രതികാരം വെറുമൊരു പ്രതികാര കഥയല്ല. ഒരു ചെറിയ അപമാനം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്നും ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ആ യാത്ര എത്ര മനോഹരമാകുന്നു എന്നും ഈ ചിത്രം പറയുന്നു. മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലാണ് ഈ സിനിമ.